കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരൻ, അതായത് ബീട്രൂട്ട് ഉപ്പേരി എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് വന്നിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടാണ് പറ്റും. പക്ഷേ ഇത് വന്നിട്ട് പറയാം, നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. നിറയെ പേര് ബീട്രൂട്ട് കഴിക്കില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവർ കഴിച്ചാലോ ചിലപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സബോളൊക്കെ കുറച്ച് കൂടുതലിടണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും എടുക്കില്ല. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഇതാ 4 ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. കുക്കറിലിട്ട് 2 വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വെന്തോളും. ഞാൻ ശരിക്കും എന്താ പറയുക, പാത്രത്തിൽ തനിയാണ് വേവിക്കാറ്. പക്ഷെ ഇപ്പോൾ വീഡിയോയ്ക്ക് അവസരം ഞാൻ കുക്കറിലിട്ടുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്തോരാവശ്യമുണ്ട് അത്ര ഇടാം. നമുക്ക് കറി താളിക്കാനുള്ള മുളക് പൊടി, പിന്നെ തേങ്ങ. ഇത് 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ താളിക്കാനുള്ള വറ്റൽമുളക്, എന്താ പറയുക, കറിവേപ്പില, കടുക്, ഉഴുന്നും പരിപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. പിന്നെ ഇവിടെ എണ്ണയുണ്ട്. എണ്ണ നിങ്ങൾക്ക് നാട്ടിൽ മലയാളീസിനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എൻ്റെ വീട്ടിലിവിടെ അധികം വെളിച്ചെണ്ണ ഇഷ്ടമല്ല. ഇവിടെ ആകെ മോര് കറിക്കോ അല്ലെങ്കിൽ എന്താ പറയുക, അവിയലിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റെല്ലാത്തിനും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ബീട്രൂട്ട് വേവിക്കാനുള്ള വെള്ളമാണിത്. അപ്പം ഇതെങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് വേവിക്കാൻ അടുപ്പിൽ വയ്ക്കാം. ഫസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട, മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് അത് വേവിക്കാൻ വയ്ക്കാം. അടുപ്പിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ തോരനിൽ, ഈ ഉപ്പേരിയിൽ നമ്മൾ ഒരിക്കലും മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ തന്നെ മാറ്റും. നിറയെ പേര് അത് ചെയ്യാറുണ്ട്. മഞ്ഞൾ ഒരിക്കലും ഇതിൽ ചേർക്കരുത്. അപ്പം അടുപ്പ് കത്തിക്കുക. നമുക്ക് കുക്കർ വയ്ക്കാം. 2 വിസിലടിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, കാരണം കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ട് അധികം വെള്ളം ആവശ്യമില്ല. ഇത് നമ്മൾ പാത്രത്തിൽ തനി വേഗം വയ്ക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം, ബീട്രൂട്ടിൻ്റെ അളവിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് നമുക്കിനി കുക്കർ മൂടാം. ഇതാ കുക്കർ മൂടിയിട്ടിട്ടുണ്ട്. ഇനി 2 വിസിൽ വരട്ടെ. 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീട്രൂട്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിൽ തന്നെ കടന്ന് നന്നായിട്ട് ഒന്ന് താളിച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി, അധികമൊന്നും വേണ്ട. എന്നാൽ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടല്ലേ താളിക്കണത്, അതുകൊണ്ട് കുറച്ചെണ്ണ മതി. ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് അതിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുത്തോ കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒത്തിരി തോര വെള്ളം കഴിഞ്ഞാൽ അത് കുഴന്നാവും. അങ്ങനെ ആവരുത്. ഇപ്പം ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം.
ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം തോരന് വെച്ചിട്ട് അത് ഫിൽറ്ററും ചെയ്ത് കളയരുത് കേട്ടോ. അത് അതിൻ്റെ ടേസ്റ്റും പോവും, കളറും മാറും. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പം ഒരിക്കലും വെള്ളം കളയരുത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക, അത് വെള്ളം അതിൽ തന്നെ വറ്റിച്ചെടുക്കാൻ നോക്കുക പരമാവധി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താളിക്കുമ്പോൾ തന്നെ അത് ഇട്ട് വറ്റിച്ചാൽ മതി, വേറെ സെപ്പറേറ്റ് ഇട്ടൊന്നും വറ്റിക്കണ്ട. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ ഈ ഒട്ടറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണം കേട്ടോ. ഒത്തിരി അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ എന്നുള്ളത്. ഒട്ടറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇത്രയും ക്ലിയറായിട്ട് പറയണത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ദേ നന്നായിട്ട് പരിപ്പും കടുകും പൊട്ടിയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക, സവോള ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ട്. എന്നാലും സവോളയ്ക്ക് ഒരിച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടിടുക. തേങ്ങ സവോളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഇത്തിരി എരിവൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാം കുറച്ച് എരിവുകളൊക്കെ കൂടുതലൊക്കെ ഇട്ട് ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാവരും ഒരാളൊന്നും എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ള ആരെങ്കിലും കാണണമെങ്കിൽ ഞാൻ പറയണം, എന്താ പറയുക, ഇനിയിപ്പോൾ തമിഴ്കാരോട് പറയണ്ട, അവരോട് പറയണം അവർക്ക് എരിവ് കുറയ്ക്കണമെന്ന് പറയാം. അവർ മോസ്റ്റ്ലി നിറയെ ആൾക്കാർ എരിവ് കുറയുകയോ കഴിക്കുള്ളൂ. എല്ലാവർക്കും ഈ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് എരിവും പുളിയും ഉപ്പൊക്കെ കുറവാണ് കഴിക്കുള്ളൂ എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ. പിന്നെ ബീറ്റ്റൂട്ടിനൊക്കെ കുറച്ച് എരിവ് വേണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി എന്താ പറയുക ഇത്തിരി മധുരമുള്ള സാധനമാണല്ലോ. ബീറ്റ്റൂട്ടിന് ചെറുതായിട്ടൊരു മധുരപ്പ് ഉണ്ടാവും. പിന്നെ നമ്മളിത്രയും ഉള്ളിയൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് കുറച്ച് എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് വഴണം. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് പെട്ടെന്ന് വഴണോളൂ, അതിന് വലിയ പേരുണ്ടായിട്ടില്ല. ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ ആദ്യം ഇട്ടിട്ട ചക്ക പായസവും എന്താ പറയുക ജാക്ക് ഫ്രൂട്ട് പായസം, പിന്നെ ചിക്കൻ കറി വന്നിട്ടുണ്ടാക്കിയിട്ടുണ്ട്, പെപ്പർ ചിക്കൻ കറി തമിഴ്നാട് സ്റ്റൈലിൽ, മധുര സ്റ്റൈല്. പിന്നെ എന്നിട്ട് വന്നിട്ട് ഒരു നാരങ്ങച്ചാറ് ഇട്ടിട്ടുണ്ട്, അത് സ്വീറ്റാണ്, മധുരം എരിവും പുളിയെല്ലാം ചേർന്നിട്ടൊരു അച്ചാർ. അപ്പോൾ അതൊക്കെ കാണണം, എന്നിട്ട് എല്ലാവരും പറയണം. എന്തെങ്കിലും കുറവോ അതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഉള്ളിതേ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, എരിവിനുള്ള മുളക് പൊടി. ഒരു സ്പൂൺ, ഞാൻ ഒരു 1.25 ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അത് മൊരിച്ചെടുക്കാം, മുളക് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ പോകണം. കണ്ട, അധികം എണ്ണ ഒന്നും വേണ്ടതിൽ, ഒത്തിരി എണ്ണ ഒഴിച്ച് കുഴന്നൊന്നും ആക്കണ്ട. എപ്പോഴും ഈ എന്താ പറയുക തോരൻ അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ത് തോരനായാലും വിട്ട് കിടക്കുമ്പോഴാണ്, അന്ന് വേവും വേണം, നന്നായിട്ട് വേകണം, അതേ സമയത്തിൽ വിട്ട് കിടക്കും വേണം. അപ്പോഴാണ് അതിന് ടേസ്റ്റും എല്ലാം കിട്ടുള്ളൂ.
അതെ, നന്നായിട്ട് മുളക് പൊടി ഇട്ട് ആ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മുളക് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ പോയി ആ എണ്ണ ഒന്ന് പതുക്കെ ഓയിലിൻ്റെ ഒരു കണ്ട ഒരു ചെറുതായിട്ട് ഓയിലിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിന് തേങ്ങ ഒത്തിരുന്നത് നല്ലതാട്ടോ, ടേസ്റ്റ് കൂട്ടുള്ളൂ, കുറയ്ക്കുന്നില്ല. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇവിടെ നിറയെ പേര് എന്താ പറയുക, തേങ്ങ മേലെ ഇട്ട് കൊടുക്കുള്ളൂ, ഇതിങ്ങനെ പാത്രത്തിലിട്ട് ഇങ്ങനെ വഴറ്റില്ല. ഇങ്ങനെ വഴറ്റുമ്പോഴാണ് ഇത് കേടാവാതെ ഇരിക്കുള്ളൂ. ഇത് നമുക്ക് എത്ര 2 ദിവസമൊക്കെ വെച്ചാലും കേടാവത്തില്ല ഈ തോരനൊന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് ഈ തേങ്ങയുടെ വെള്ളമൊക്കെ അങ്ങോട്ട് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറികൾ പെട്ടെന്ന് കേടാവില്ല. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളം വഴറ്റണം, എത്രത്തോളം വറക്കണം, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കെല്ലാം ഭംഗിയായിട്ട് കിട്ടും. പിന്നെ കുറച്ച് എന്താ പറയുക, കുക്കിങ്ങിനോട് കുറച്ച് ലവ് വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നുള്ളൂ, ചെയ്യണം. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഒരു പൊതിച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ വെക്കണമല്ലോ, അവിയൽ അല്ലെങ്കിൽ ഒരു തോരൻ, എന്താ പറയുക, ഒരു മുട്ട ഓംലേറ്റ് അങ്ങനെയൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ അപ്പോഴാണ് ആ ഒരു പൊതിച്ചോറിനൊരു ടേസ്റ്റ് വരാം. നമ്മളത് എത്രത്തോളം അത് ടേസ്റ്റിൽ തയ്യാറാക്കുമ്പോൾ അത്രത്തോളം ആ പൊതിച്ചോറിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ നല്ലൊരു പൊതിച്ചോറ് പോലും കിട്ടില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. നമ്മൾ ആഗ്രഹിച്ച് നമുക്കൊരാൾക്കല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പോയി ഒരു ഹോട്ടലിൽ പോയി പൊതിച്ചോറ് വാങ്ങിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. സാമ്പാർ കൊള്ളി ഉണ്ടാവില്ല, പച്ചടിയൊക്കെ എന്തോ ഒരു സ്മെല്ലായിരിക്കും. പിന്നെന്താ പറയുക, തോരനുകളൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ നാടിനോർത്ത് പൂഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബീട്രൂട്ട് ഇടാം. തേങ്ങ നന്നായിട്ട് വഴറ്റിട്ടുണ്ട്, ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൽ വെള്ളമൊന്നുമില്ല, എല്ലാം ഇതായിട്ടുണ്ട്, ഇട്ടില്ല വെള്ളമൊന്നും. വെള്ളമൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. വേണ്ട, വെള്ളയില്ല ബീട്രൂട്ടിൽ. നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. കണ്ട, കുക്കറിൽ ഒരു തരി വെള്ളം ഉണ്ടായിരുന്നില്ല. കണ്ട, നന്നായിട്ട് അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല, ഒരു തരി വെള്ളം ഇല്ലാണ്ട് വെന്ത് കിട്ടി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഇതിന് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കറക്റ്റായിരുന്നു. അതിന് കുറച്ച് 1/4 കപ്പ് ഒഴിച്ചുള്ളൂ. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചങ്ങോട്ട് വറ്റിക്കുക കുറച്ച് നേരം, അത്രയും തന്നെ. ആ വെള്ളം കളയരുത് ഒരിക്കലും, കളഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അതെ, ഈ ചൂട്ടത്ത് കിടന്നിതൊന്ന് മേലെ ഇങ്ങനെ ആ നമ്മൾ ഒഴിച്ച എണ്ണയുടെ ആ ഒരു ഷൈനിങ് വരും മുകളിൽ ആ ഷൈനിങ് വരുമ്പോൾ അത് തയ്യാറായി എന്നാണ് അർത്ഥം, റെഡിയായി. അല്ല, ഇപ്പോൾ നമ്മളിട്ട സബോള ഒന്നും കാണാനില്ല, എല്ലാം അതിൽ കുഴഞ്ഞു പോയി നമുക്ക്. പക്ഷേ ഭയങ്കര ടേസ്റ്റ്, കാരണം അത്രയും തന്നെ സബോള ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത്രയും തോരന് അത് അല്ലെങ്കിൽ വെറും ബീട്രൂട്ടിൻ്റെ പച്ച സ്മെല്ലായിരിക്കും. നിറയെ പേര് ബീട്രൂട്ട് കഴിക്കില്ല. എന്നോടിവിടെ എല്ലാവരും ചോദിക്കണം, നിങ്ങളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത്, നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞങ്ങളൊന്നും ബീട്രൂട്ട് കഴിക്കാത്തവരാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്കാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് പറ. അപ്പം നമുക്കിത് ഓഫാക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ഓക്കെ, இனி ഞാൻ പറയാൻ போனது தமிழ்காரோடாണ്. எல்லாரும் எப்படி இருக்குங்க, நல்லா இருக்கீங்களா? இன்றைக்கி வந்து நான் பீட்ரூட் பொரியல் தான் பண்ணியிருக்கோம். அதுக்கு தேவையான பொருளெல்லாம் நானுங்க வீடியோவில் சொல்லியிருக்கேன். நீங்கள் எல்லாம் பார்த்துருக்குன்னு நினைக்கிறேன். இதே மாதிரி நீங்கள் ட்ரை பண்ணுங்கள், நல்லா வரும் உங்களுக்கு. நான் எல்லாமே தனித்தனி பாத்திரத்தில் தான் வச்சுருக்கேன். பீட்ரூட்டு சின்ன சின்ன பீஸாக கட் பண்ணி குக்கரில் 2 விசில் விட்டு தண்ணி கம்மி ஊற்றி உப்பு போட்டு வேக வைக்கணும். ஓகே, அதுக்கப்புறம் வந்துட்டு பெரிய வெங்காயம் 2 வெங்காயம் பொடி பொடியாக நுறுக்கி விட்டு அது வந்துட்டு அது அப்புறம் கொஞ்சம் இது காஞ்ச
காஞ்ச மிளகா, அதுக்கப்புறம் கருவேப்பிலை, அப்புறம் கடுகு, உளுத்தம்பருப்பு இதெல்லாம் போட்டு நம்ம வந்துட்டு இது தாளித்து விடணும். அதை தாளித்ததுக்கப்புறம் வந்துட்டு நம்ம பெரிய வெங்காயம் கட் பண்ணல, இதெல்லாம் அந்த பெரிய வெங்காயம் அதில் போட்டு நல்லா தாளித்ததுக்கப்புறம் அதில் வந்துட்டு காரத்துக்கு மிளகுத்தூள் மட்டும் போட்டு இது பண்ணணும். மஞ்சத்தூள் போடக்கூடாது. ஓகே. அப்புறம் தேவையான உப்பெல்லாம் போட்டு நீங்கள் பார்த்துக்குங்க, தேவையான உப்பெல்லாம் கரெக்டாக இருக்கான்னு பார்த்துக்குங்க. நல்லா அந்த வெங்காயம்லாம் நல்லா ஃப்ரை ஆகிற டைமில் வந்துட்டு நீங்கள் வந்துட்டு கொஞ்சமாக இது என்னது தேங்காய் துருவி வச்சுருக்குல்ல, அந்த தேங்காய் போட்டு நல்லா ஃப்ரை பண்ணிவிடுங்க. நல்லா ஃப்ரை பண்ணதுக்கப்புறம் இந்த பீட்ரூட் அதில் போட்டு நல்லா மிக்ஸ் பண்ணிவிடுங்க. அவ்வளோதான், பீட்ரூட் பொரியல் ரெடி ஆயிடுச்சு. நீங்கள் ட்ரை பண்ணி பாருங்கள். எல்லாம் பிடிச்சா சப்ஸ்கிரைப் பண்ணுங்கள், ஷேர் பண்ணுங்கள், கமெண்ட் பண்ணுங்கள். அப்புறம் தேங்க்ஸ் വീഡിയോ பார்க்கறதுக்கு. അതേമാതിരി മലയാളികളോടും എല്ലാവരോടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, പിന്നെന്താ പറയുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.